ആണ്. കടത്തിലാണോ ഒരു ഹെഡിൽ ആക്കി. മൂന്നാമത്തത് റെക്കോർഡിംഗ് ക്ലാസിഫൈ ചെയ്തു. റെക്കോർഡിംഗ് ക്ലാസിഫൈ സമ്മറൈസ് ചെയ്തു. സമ്മറൈസ് ചെയ്ത മീൻസ് മനസ്സിലായില്ല. ഒരു അക്കൗണ്ട് ഒരു വർഷം അവസാനം എന്താണ് എല്ലാ കമ്പനിയും നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ചിലർ മാസത്തിലൊക്കെ ഉണ്ടാവും, കാരണം അവർക്ക് മനസ്സിലാക്കാലോ ഈ മാസം നഷ്ടമാണ് ലാഭം. എന്നിട്ട് ഇങ്ങനെ നല്ല പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണം. 6 മാസം കൂടുമ്പോൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഒരു വർഷത്തിലാണ് എന്തായാലും ഉണ്ടാക്കും. അപ്പൊ നമ്മളിവിടുത്തെ ഫൈനാൻഷ്യൽ ഇയർ അറിയാലോ, മാർച്ച് 31 അക്കൗണ്ടിങ് ഇയർ എൻഡും ഏപ്രിൽ 1 എന്താണ് തുടങ്ങലാണ്. ഗൾഫിലൊക്കെ തോന്നുന്നത് ജനുവരി 1 മുതൽ തന്നെയാണ്. നമ്മളിവിടെ ഏപ്രിൽ 1 എല്ലാവരും എന്ത് ചെയ്യും, പുതിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കും. ഓരോ കമ്പനി എന്ത് ചെയ്യും, നമ്മളിവിടെ എല്ലാ കടകളും എന്ത് ചെയ്യും, അക്കൗണ്ട്സ് ഉപയോഗിക്കുന്ന എല്ലാവരും പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും. പിന്നെ ഏപ്രിൽ 1 പക്ഷെ തലേന്ന് മാർച്ച് 31 അതിന്റെ തലേ ദിവസം ആ മാർച്ച് 31 നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഇവിടെ ബാക്കില്ല. എന്നുവെച്ചാൽ ആ കമ്പനി അടച്ചു പോകണമെന്നില്ല. അന്ന് അവിടെ എന്തുണ്ടാവും, നിറയെ നോട്ട്ബുക്കും പെന്നും എന്നൊക്കെ ഉണ്ടാവും. അതിന് നമ്മളന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അന്ന് അടക്കമുള്ള സ്റ്റോക്കാണ് അവിടെ ഉള്ള സ്റ്റോക്കാണത്. പിറ്റേന്ന് ദിവസം അതെന്തായി, ഓപ്പണിംഗ് സ്റ്റോക്കായി. ഏപ്രിൽ 1 മുതൽ അത് ഓപ്പണിംഗ് സ്റ്റോക്കായി. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് മുതലുള്ള പിന്നെ ആ വർഷത്തെ അടുത്ത മാർച്ച് 31 വരെയൊക്കെ രേഖപ്പെടുത്തി വന്നു. മനസ്സിലായല്ല? അപ്പോ നമ്മളെന്തായി, ക്ലാസിഫൈ ചെയ്തു, ദെൻ സമ്മറൈസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് മനസ്സിലാവും ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷനാണ്. കമ്പനിന്റെ പൊസിഷൻ, പണപരമായിട്ടുള്ള പൊസിഷൻ എങ്ങനെയുണ്ട്, ഗുഡ് ആണോ ബാഡ് ആണോ, അത് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അറിയില്ലേ, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരാള് അതിന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഷെയർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ നോക്കല് ഇത്തരം കാര്യങ്ങളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കും. കഴിഞ്ഞ വർഷത്തെ ലാഭമാണോ നഷ്ടമാണോ, ഈ വർഷം ഉണ്ടോ ഇല്ലേ, അടുത്ത വർഷം ഈ കമ്പനി നിൽക്കുമോ ഇല്ലേ എന്നുള്ളത് നോക്കും. ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കും. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിനാണ്. ബാലൻസ് ഷീറ്റ് നോക്കും. മറ്റേത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആണ്. കമ്പനി നല്ല പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പക്ഷെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ പൊസിഷനെയാണ് കമ്പനി നോക്കുന്നത്. അപ്പോൾ ഈ രണ്ടും ഉണ്ടാക്കി. അപ്പോൾ ഈ 3 സമ്മറൈസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള 4ാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അനലൈസിങ് തന്നെ. അനലൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അനാലിസിസ് നടത്തുക, കാര്യങ്ങളൊന്ന് നോക്കുക എന്നുള്ള. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ആ ഒരു PDF എടുത്ത് നമുക്ക് ആ ഒരു കമ്പനീനെ മുഴുവൻ അതിന് കിട്ടിയല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ടാവും. അതിനൊക്കെ ഒരു പ്രോപ്പർ ഇതുണ്ടല്ലോ. ഫസ്റ്റ് ഇങ്ങനെ തന്നെ എഴുതണമെന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അസറ്റ് സൈഡ്, ലാബിലിറ്റി സൈഡ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നേരെ ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റ് അറിയില്ല, ആദ്യം ഇങ്ങനെ ആയിരുന്നു. അസറ്റ് ലാബിലിറ്റീസ് അസറ്റ് പറഞ്ഞാൽ 2 കള്ളികളായിരുന്നല്ല. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്, ഒരു ഭാഗം ലാബിലിറ്റി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വർക്ക് ചെയ്യുന്നതൊക്കെ എല്ലായിടത്തുള്ളത് ആദ്യം നേരിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യം ലാബിലിറ്റീസ് ആണ്. ലാബിലിറ്റീസ് ഇവിടെ എഴുതും. എന്നിട്ട് അതിന്റെ ഇറക്കം എന്ത് ചെയ്യും, അതിന്റെ തൊട്ടടി തന്നെ ഹെഡിങ്ങിൽ കറന്റ് ലാബിലിറ്റി, നോൺ കറന്റ് ലാബിലിറ്റി, ഒരു വർഷത്തിനുള്ളിൽ തീർക്കാവുന്നത്, ഒരു വർഷത്തിൽ കൂടുതലുള്ളത്, അതിനൊക്കെ ഇങ്ങനെ അടിയിലാക്കും. ദെൻ പിന്നെയാണ് അസറ്റ് എന്നുള്ള ഹെഡിങ്. എന്നിട്ട് അസറ്റിന്റെ അടിയിൽ ഇപ്പൊ 2 കള്ളികളൊന്നുമില്ല, ഒക്കെ ഒറ്റ ഇതിൽ ഇങ്ങനെ അടിയിക്കാണ്. അങ്ങനെ അസറ്റ്. അതിന്റെ ഇടയ്ക്ക് ഈ ലാബിലിറ്റിന് ഇവിടെ ഒരു ബാലൻസ് വന്നിട്ടുണ്ടാവും. ഒരു 1000 രൂപ എന്ന് വിചാരിച്ചോ. 1000 രൂപ അസറ്റിന്റെ അടിയിൽ ഒരു ലാഭം വന്നിട്ടുണ്ടാവും തുക. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് അവിടെ വരണല്ലോ. 2 ഭാഗം ടാലി ആണല്ലോ. ഈ ലാബിലിറ്റീസിന്റെ എമൗണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്യും, അസറ്റിന്റെ അവിടുന്ന് കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, എന്നിട്ട് പിന്നെ അസറ്റിലൊക്കെ രേഖപ്പെടുത്തി ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്, പിന്നെ നമുക്ക് കിട്ടാനുള്ളത്. ഇപ്പൊ ഡെപ്റ്റർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തരാനുള്ളത്. ആ തരാനുള്ളത് നമുക്ക് എന്താ പറയുക, കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് നമുക്ക് തരാനുള്ളത് അവർ അസറ്റാണ്. അപ്പൊ നമുക്ക് അസറ്റിൽ അതും നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു, കാരണം നമുക്ക് പൈസ തരാനുള്ളതാണല്ലോ. അതൊക്കെ രേഖപ്പെടുത്തിയിട്ട് 2 എമൗണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഈ സംഭവങ്ങളെ മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2 ഇതുണ്ടാക്കിയിട്ട് കമ്പനി എന്താ ചെയ്യല്, കഴിഞ്ഞ വർഷത്തെ ഇതേമായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതുമായിട്ട് കമ്പയർ ചെയ്യും. തിരൂര് ഭാഗത്തുള്ളതാണെങ്കിൽ തിരൂരത്തെ എല്ലാ സ്റ്റേഷനറിന്റെ ഇത് കൊടുക്കും. മനസ്സിലായ, എല്ലാ സ്റ്റേഷനറിനും കൂടി ഇവർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇവർ നോക്കും, എങ്ങനെ കിട്ടാൻ നോക്കും. കിട്ടിയിട്ട് അവർക്ക് എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയുണ്ട്, ബാലൻസ് ഷീറ്റ് നോക്കും. അവരെ ലാഭം എങ്ങനെയാണ്, ഞങ്ങളുടെ ലാഭം. അതിനാണ് അനാലിസിസ് എന്ന് പറയാം. കോമ്പറ്റീഷൻ, നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി മാത്രം നമ്മൾ എടുത്തു നോക്കുക. പക്ഷെ നമ്മുടെ സ്റ്റേഷനിൽ നമ്മുടെ സ്റ്റേഷനിൽ മാത്രം എടുത്താൽ മതി. നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യണം. ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ള ഫാമിലി നോക്കൽ എന്താണ്, ഫാമിലി വെഡിങ് ഉണ്ടാവും, അതിന് തൊട്ടപ്പുറത്ത് ബ്രൈഡൽ ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ ബാസിത്തിന്റെ ഉണ്ട്. അവർക്ക് ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ എത്ര ലാഭം ഉണ്ടായി, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ അനാലിസിസ് നടത്തിയിട്ട് അനലൈസ് ചെയ്തു. അത് പിന്നെ ആരോട് പറയണം, ഇത്തരം കാര്യങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് റിപ്പോർട്ട് ആർക്ക് അവതരിപ്പിക്കണം, ഓണർമാർക്ക്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഇതിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടോ, അവർക്ക് വേണ്ട പൈസ തിരിച്ചു കൊടുക്കണ്ടേ. അവരാണ് ഒരു കമ്പനീന്റെ നമ്മൾ നടത്തുന്നുള്ളൂ, നമ്മൾ ഇതാക്കുന്നുള്ളൂ. അപ്പൊ അവർക്ക് അത് കൊടുക്കുന്നുണ്ട്.
അവിടെയൊക്കെയാണ് ഏറ്റവും ടോപ്പിക് അനാലിസിസ് അവിടെയൊക്കെയാണ് CA, ACCA പോലുള്ള ആളുകൾ എന്തേലും പണി ചെയ്യല്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ റെക്കോർഡിങ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ, 6 മാസത്തെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ശമ്പളമൊന്നും ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് രേഖപ്പെടുത്താനുള്ളതുള്ളൂ. ഡെബിറ്റും ക്രെഡിറ്റ് എന്താണെന്നാ അത് നമുക്ക് പഠിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് റെക്കോർഡുള്ളത് ക്ലാസിഫൈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം എന്ത് തന്നെയാണ്. റെക്കോർഡ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഈ ക്ലാസിഫൈ സമ്മറൈസ് ഉണ്ടല്ലോ, ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും. ഞാൻ ഈ അടുത്ത് എനിക്ക് ഇന്നലെ കഴിഞ്ഞു, അതായത് ഞാൻ ഇതിന് പോയി ഇന്റേൺഷിപ്പിന്. അന്ന് ടാലി സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതിലാണ് ചില കമ്പനിയിലൊക്കെ ടാലി ഉപയോഗിക്കല്. ഓരോ കമ്പനിക്ക് ഓരോ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അവർ റെക്കോർഡ് ചെയ്യും, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഓരോ ബുക്കുകളിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരും. അതൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതി. റെക്കോർഡ് ചെയ്താൽ പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ തന്നെ എന്ത് ചെയ്യും, അത് ഇന്നതിക്കുള്ളതാണെന്നുള്ള പറഞ്ഞുകൊണ്ട് നേരെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കി തരും. പിന്നീട് അനലൈസ് ചെയ്യുന്ന നമ്മളെ മനുഷ്യന്റെ ബുദ്ധി തന്നെ വേണം. അതെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ വർഷത്തെ കമ്പനി അത് ചിലപ്പോൾ AIക്കോ ഇനി കൂടുതൽ ഒരു വിധം വരെ പറ്റാം, എന്നാലും കൂടുതൽ നമുക്ക് തന്നെ ഈ AIന്റെ ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തം ബുദ്ധിയിൽ ചെയ്യണിയല്ലോ. ഒരു റോബോട്ടിക്സ് ആയാലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാമല്ല, ഗൂഗിൾ നമ്മൾ കാര്യം സെർച്ച് ചെയ്ത് കുറെ സൈറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരില്ല. അപ്പൊ അത് ആരൊക്കെ എഴുതിയിട്ടാണ്, സ്വന്തമായിട്ട് ചിന്തിച്ച് പറഞ്ഞു തന്നെയല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ഈ അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് പർച്ചേസ് ഓഫ് മെഷീനറി ഓൺ ക്രെഡിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ റെക്കോർഡിങ് കഴിഞ്ഞു. ഇനി ഇത് ഏതിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഈസ് റെക്കോർഡഡ് ഇൻ ദി ഏത് ബുക്കിലാണ്, ക്യാഷ് ബുക്കിലാണോ, ക്യാഷിന് പർച്ചേസ് ചെയ്തത്, ക്യാഷ് ഐറ്റംസ്, ഇത്രയൊക്കെയാണ് ക്യാഷ് ബുക്കിൽ നമ്മൾ എന്തെങ്കിലും രേഖപ്പെടുത്തല്. വെച്ച് കഴിഞ്ഞാല് ക്യാഷ് ക്രെഡിറ്റിന് അല്ലാത്തതൊക്കെ നമ്മൾ മിക്കതും ക്യാഷ് ബുക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നുള്ളത് പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്ക് എന്തിനുള്ളതായിരിക്കും, ആ ബുക്ക് തന്നെ ഉണ്ട്. പർച്ചേസ് ബുക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. കമ്പനിക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്തു, പക്ഷെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, പർച്ചേസിലാണ്. അപ്പൊ നമ്മൾ കമ്പനിക്ക് സ്റ്റോക്ക് വാങ്ങിച്ചു, സ്റ്റേഷനറിക്ക് ആണെങ്കിൽ കുറച്ച് നോട്ട്ബുക്കും പെന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അത് പർച്ചേസിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ക്രെഡിറ്റിനാണെങ്കിലും പർച്ചേസ് ബുക്ക് തന്നെ രേഖപ്പെടുത്തുക. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ പർച്ചേസ് ചെയ്ത് ഇവിടുന്ന് ക്ലാസ്മേറ്റ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പർച്ചേസ്. അപ്പൊ എന്താ എഴുതുക, പർച്ചേസ്ഡ് ഫ്രം പർച്ചേസിന്റെ എൻട്രി എങ്ങനെയാണെന്ന് അറിയാം, പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അത് ക്യാഷിനായതുകൊണ്ട് ക്യാഷിന് വാങ്ങിച്ചോളൂ, ക്യാഷ് കൊടുത്താൽ അപ്പൊ നമ്മൾ വാങ്ങിച്ചു, അവർക്ക് കുഞ്ഞ് പൈസ കൊടുക്കാം. പക്ഷെ കടത്തിനാണെങ്കിലോ പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ആരൊക്കെ നിന്നാണോ വാങ്ങിച്ചത്, അതോ ക്ലാസ്മേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, മനസ്സിലായ പർച്ചേസ്. അപ്പൊ അത് രേഖപ്പെടുത്തി. പിന്നെ വരുന്ന ഒന്നാണ് നമ്മൾ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. പേയ്മെന്റിലാണ് നമ്മൾ സാലറി കൊടുത്തു, നമുക്ക് എന്താണ് പേയ്മെന്റ് ആണ്, പേ ചെയ്തതല്ലേ, അത് നമ്മളെങ്ങനെ രേഖപ്പെടുത്തല്, സാലറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അല്ലെ ബാങ്ക് മുഖേനാണെങ്കിൽ സാലറി അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇന്ത്യ SBI ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അല്ല സാലറി അക്കൗണ്ട് അറ്റർ ടു SBI ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ നമ്മൾ രേഖപ്പെടുത്തല്. അപ്പൊ അതവിടെ തീർന്നു. അപ്പോ ഞാൻ പറഞ്ഞത് എന്താണ്, പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്ത്, അത് കടത്തിന് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ പർച്ചേസ് ചെയ്തത് സ്റ്റോക്ക് ഇട്ടാ ഈ കമ്പനിക്ക് ആവശ്യമുള്ള. പിന്നുള്ളതാണ് ജേണൽ പ്രോപ്പർ. അത് ഇത്രയും കാര്യങ്ങൾ. ഇതിനാ ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടത്തിന് വാങ്ങിക്കില്ല, കടത്തിന് സ്റ്റോക്ക് അല്ല, ഫിക്സഡ് അസറ്റുകൾ നമ്മൾ കടത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാലും അല്ലാത്ത വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ജേണൽ പ്രോപ്പറിൽ. പിന്നെ പർച്ചേസ് റിട്ടേൺ ബുക്ക്, അതിന് തോന്നുന്നു പർച്ചേസ് റിട്ടേൺ ബുക്ക് അല്ലേ, നമ്മൾ സാധനം ഇങ്ങോട്ട് വാങ്ങിച്ചല്ലോ, നോട്ട്ബുക്ക് കേടാണ്, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അണ്ടൻ അയക്കും. ആ റിട്ടേൺ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പർച്ചേസ് ഓഫ് മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, അത് കടത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തൽ, ഒന്ന് ക്യാഷ് ബുക്ക്, 2 പർച്ചേസ് ബുക്ക്, പിന്നെ ജേണൽ പ്രോപ്പർ, പർച്ചേസ് റിട്ടേൺ ബുക്ക്. അങ്ങനെ തോന്നുന്നു. ഒന്ന് ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലായ, മെഷീനറി പർച്ചേസ് ഓഫ് മെഷീനറി ഫിക്സഡ് അസറ്റ് ആണല്ലോ, അറിയില്ല. അത് ഓൺ ക്രെഡിറ്റ്, കടത്തിന് വാങ്ങിച്ചു, മലയാളത്തിൽ പറഞ്ഞിട്ട്. ക്രെഡിറ്റ് യന്ത്രങ്ങൾ, മെഷീനറിന്ന് ക്രെഡിറ്റ് വാങ്ങുന്നത് ഡാഷ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്, ഒന്ന് ക്യാഷ് ബുക്ക്, പിന്നെ പർച്ചേസ് ബുക്ക്, പിന്നെ ജേണൽ പ്രോപ്പർ, പർച്ചേസ് റിട്ടേൺ ബുക്ക്. അങ്ങനെ 4 ഓപ്ഷനുകളാണ് വരുന്നത്. അതില് ഒരു മിനിറ്റ് അതില് ഞാന് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ്. ഓക്കെ. പർച്ചേസ് ബുക്ക് റെക്കോർഡ്സ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്.
പർച്ചേസ് ബുക്ക് ഉണ്ടല്ലോ, ഞാൻ രണ്ടാമത് പറഞ്ഞ ക്യാഷ് ബുക്ക്, ഞാൻ പറഞ്ഞ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രം. പിന്നുള്ളത് പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ സാധനം ഇങ്ങോട്ട് വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു, കമ്പനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ, ആ കമ്പനിക്ക് എന്താണ് ആവശ്യം ആ സാധനങ്ങൾ ഉണ്ടല്ലോ, മീൻസ് സ്റ്റേഷനറിക്ക് ബുക്ക്, പെൻസില്, കാര്യങ്ങൾ, ടെക്സ്റ്റൈൽസ് കാണുന്ന അവർക്ക് ഡ്രസ്സുകൾ, മനസ്സിലായ, കമ്പ്യൂട്ടർ ഷോറൂമാണ് കമ്പ്യൂട്ടറുകൾ, അത്തരം കാര്യങ്ങൾ വാങ്ങിക്കുന്നത് അത് കടത്തിന് ആയിക്കോട്ടെ കേട്ടോ. പെടൂല. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നുള്ള ഒന്നാണ് അതിലുള്ളത് പർച്ചേസ് ബുക്ക്, അങ്ങനത്തിന് മാത്രം. പിന്നുള്ള ഒന്നാണ് എന്ത്, പർച്ചേസസ് റിട്ടേൺ ബുക്ക്, അത് റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. ആ മൂന്ന് കൂടെ മനസ്സിലായില്ല. പിന്നുള്ള ഒന്നാണ് ജേണൽ പ്രോപ്പർ. അപ്പൊ ജേണൽ പ്രോപ്പർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആൻസർ എന്താണെന്ന് മനസ്സിലായ, ജേണൽ പ്രോപ്പർ തന്നെയാണ് ആൻസർ. പക്ഷെ ജേണൽ പ്രോപ്പർ എന്താ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. കറക്റ്റ് ഇതിന്റെ എനിക്കറിയാം, ഞാൻ നോക്കട്ടെ. ഞാൻ ഈ അടുത്ത് എനിക്ക് സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ജേണലിൽ രേഖപ്പെടുത്തൽ ഇതാ, ഇതിലൊന്നും പറയാത്ത കാര്യങ്ങളുണ്ടോ, പർച്ചേസ് ബുക്കിൽ വിടുന്നില്ല. ഫിക്സഡ് അസറ്റ് ഉണ്ടല്ലോ, ഫിക്സഡ് അസറ്റ് എന്താ മനസ്സിലായില്ല, ഇവിടുത്തെ ഇങ്ങനത്തെ അസറ്റുകൾ, ഈ കസാരൊക്കെ ഇവിടുത്തെ അസറ്റ് ആയോ, അതൊന്നും ഇവിടുത്തെ എന്താ ചെയ്യാ, വിൽക്കാനുള്ള സാധനം അല്ലല്ലോ, ഈ ഇവരെ ആവശ്യത്തിലാണ്. ഇയാൾ വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇയാൾക്ക് ഇതൊക്കെ കൊണ്ടോ, കാരണം ഇയാളെ പ്രൊഡക്റ്റ് ഇതല്ലേ. അപ്പോ ഈ ജേണൽ പ്രോപ്പറിന് ജനറൽ, അതിന് വേറെ ആൾസോ നോൺ ആസ് ജനറൽ ജേണൽ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. is the book of original and used to record finance that cannot be recorded in the any subsidiary other special subsidiary books. അത് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള ഞാൻ ഈ പറഞ്ഞ ക്യാഷ് ബുക്ക് കുറെ ബുക്കുകളുണ്ട്. സെയിൽസ് മാത്രം ഇതിൽ സെയിൽസ് എന്നുള്ള ബുക്കിലാണ്. കോൺട്രാ എൻട്രി അറിയോ, കോൺട്രാ വെച്ചാൽ ബാങ്ക് ടു ബാങ്ക്, ഫെഡറൽ നിർത്തി അങ്ങോട്ട് കിട്ടും, ഫെഡറൽ ബാങ്ക് നിർത്തി SBI കിട്ടും, മനസ്സിലായ, അങ്ങനത്തെ ബുക്കാണ് കോൺട്രാ ബുക്ക്, കോൺട്രാ എൻട്രി എന്ന് പറയും. ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷനുകൾ നടക്കില്ല, അതിനാണ് കോൺട്രാ ബുക്ക് എന്ന് പറയാം, കോൺട്രാ എൻട്രി എന്നൊക്കെ പറയാം. അപ്പൊ അത് അതിൽ രേഖപ്പെടുത്താം. പക്ഷെ ഇതിലൊന്നും പെടാത്തതാണ്, ഇതിലൊന്നും എഴുതാൻ പറ്റാത്ത ഒന്ന്, അത് ഇതിൽ എഴുതണം. ജേണൽ പ്രോപ്പർ എന്നുള്ള പുസ്തകത്തിലാണ്, ബുക്കിലാണ് രേഖപ്പെടുത്തുക. എന്നുവെച്ചാല് നമ്മളെ സോഫ്റ്റ്വെയർസ് എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബുക്കുകൾ വരും. ഇപ്പൊ ടാലിയിലൊക്കെ ആണെങ്കിൽ സൈഡിൽ ഇങ്ങനെ കാണിക്കും ഓരോ ഇതാള്. അപ്പൊ നമുക്കിതാ ബില്ല് തരും, എനിക്കിതാ എന്താ അറിയാം. ഞാനിപ്പോ ഏതെങ്കിലും കമ്പനി പോയി, ഇപ്പൊ ഇവിടെ തന്നെ എടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു ബില്ല് തരാണ്, അയാൾ തരികയാണ്. എന്നിട്ട് അതിന്റെ മേലെ ഉണ്ടാവും കമ്പനീന്റെ ഹെഡിങ്, അവിടുന്ന് അതിൽ കാണിക്കണ്ടാവും എന്ത് മെഷീനറി. നമ്മൾ നോർമൽ ഞങ്ങൾക്ക് ബില്ല് ഇപ്പുറത്തും കിട്ടും, ഞങ്ങൾക്ക് ചെയ്യലങ്ങനെ. ഇപ്പൊ ഇവിടെ മെഷീനറി ചെയ്തു, നമ്മള് കടയിൽ നിന്ന് ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് 850 അല്ലെങ്കിൽ ഒരു 1,00,000 വേണം, 1,00,000 എഴുതി ഇവിടെ കിട്ടിയാൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും തന്നാലും എന്ത് ചെയ്യും, നേരെ ഒരു 1,950 എന്നുള്ളത് നേരെ തരില്ല. ആ ബില്ലാണ് എനിക്ക് തരാല്. ആ ബില്ല് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം, കടത്തിനാണെന്നുണ്ടെങ്കിൽ നേരെ എടുക്കുക, അത് ലാപ്പിൽ പോവുക, അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റം എടുക്കുക, നേരെ എന്ത് ചെയ്യാം, ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തുക, പർച്ചേസിൽ കൊണ്ടുപോയി രേഖപ്പെടുത്തുക, സെയിൽസ് ആണോ അല്ല, കടത്തിനാണ് വിറ്റിട്ടുള്ളത്, ആ കടത്തിനാണ്. അപ്പൊ ഞാൻ ഏത് പോകണം, ജേണൽ പ്രോപ്പർ എടുക്കണം. എന്നിട്ട് അതിൽ ഡെബിറ്റ് ഏതാണ് ചെയ്യേണ്ടത് ആ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ഏതാണ് ചെയ്യേണ്ടത് ആ സാധനത്തിന് ക്രെഡിറ്റ്, എന്താണോ സാധനം ഡെബിറ്റ് ഇന്ന അക്കൗണ്ട് ലെറ്റർ ടു ഇന്ന അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അത് അവിടെ ചെയ്യുക. അപ്പൊ ജേണൽ പ്രോപ്പർ എന്നുള്ളത് മനസ്സിലായ. ജേണൽ പ്രോപ്പർ എന്തിനാ, ജേണൽ പ്രോപ്പറിൽ പിന്നെ എന്താണ്, കടത്തിന് വാങ്ങിച്ചിട്ടുള്ള പർച്ചേസ്, ഇത് ഫിക്സഡ് അസറ്റുകൾ കടത്തിന് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തല്. പിന്നെ ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല, യൂസ് ടു റെക്കോർഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇപ്പൊ പറയുന്ന ട്രാൻസാക്ഷൻ ദാറ്റ് കാനോട്ട് ബി റെക്കോർഡ് ഇൻ ദ എനി അതർ സ്പെഷ്യലൈസ്ഡ് സബ്സിഡിയറി ബുക്സ്. മറ്റുള്ള ബുക്കുകളൊന്നും രേഖപ്പെടുത്താൻ പറ്റാത്തത് എന്തിൽ ചെയ്യാൻ പറ്റും, ജേണൽ പ്രോപ്പർ. മോസ്റ്റ് ട്രാൻസാക്ഷൻ ഹാവ് ഡെഡിക്കേറ്റഡ് ബുക്സ് ലൈക്ക് ക്യാഷ് ബുക്ക്, ക്യാഷ് ഫ്ലോ, പർച്ചേസ് ബുക്ക്, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഫോർ ക്രെഡിറ്റ്, പർച്ചേസ്, ഗുഡ്സ്, സെയിൽസ്. ഇപ്പൊ സെയിൽസ് നമ്മള് വിറ്റത് കടത്തിനാണെങ്കിലും അതുപോലെ തന്നെ രേഖപ്പെടുത്തല്, സെയിൽസിന്റെ രീതി തന്നെ രേഖപ്പെടുത്തല്. അതിന് പൈസ ആയിക്കോട്ടെ കടത്തിനായിക്കോട്ടെ, സെയിൽസ് എന്നുള്ളതിനാണ് നമ്മൾ രേഖപ്പെടുത്തല്. ക്യാഷ് ഓൾ മിസ്ലീനിയസ് ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലേ, ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ പുസ്തകങ്ങളിലൊന്നും പെട്ടിട്ടില്ല, ഇതിലൊന്നും രേഖപ്പെടുത്താൻ പറ്റൂല. അപ്പൊ പിന്നെ ഇതിലെ രേഖപ്പെടുത്തല് ജേണൽ പ്രോപ്പർ, അതിനുള്ള ജേണൽ പ്രോപ്പർ. പിന്നെ എന്താ പറയാ, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. എക്സാമ്പിൾ, ഇഫ് എ ബിസിനസ് പർച്ചേസ് ഓഫീസ് ഫർണിച്ചർ, ഒരു ബിസിനസ് ഓഫീസ് ഫർണിച്ചർ വാങ്ങിച്ചു, ഓഫീസുകളുടെ ഫർണിച്ചർ, ഇതൊക്കെ ഒരു ഫർണിച്ചർ അല്ലേ, മനസ്സിലായില്ല. ടാബ്ലറ്റ് ഓഫീസ് ഫർണിച്ചർ 25,000 ഓൺ ക്രെഡിറ്റ്, 27,000 രൂപ കടത്തിന് വാങ്ങിച്ചു. ഫ്രം ആൽഫ ട്രേഡേഴ്സ്. ആൽഫ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരാളേക്ക് ഒരു കമ്പനിയൊക്കെ, ആൽഫ ട്രേഡേഴ്സ് എന്റെ കച്ചവടക്കാരായിരിക്കും, അവരൊക്കെ വാങ്ങിച്ചു ഓൺ June 1, 2026. ക്വസ്റ്റ്യൻ മനസ്സിലായ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലായ, എനിക്ക് മനസ്സിലായ. ഇഫ് എ ബിസിനസ് പർച്ചേസ്, ഇംഗ്ലീഷ് തീരെ മനസ്സിലാവണില്ല, ഇംഗ്ലീഷ് പറഞ്ഞല്ല, ഞാനീ പറഞ്ഞൊക്കെ മനസ്സിലാവണില്ല. ഇഫ് എ കമ്പനി പർച്ചേസ്, ഒരു കമ്പനി പർച്ചേസ്,
ഓഫീസ് ഫർണിച്ചർ, ഈ ഓഫീസിലേക്കുള്ള ഫർണിച്ചർ മനസ്സിലായ, ഇതൊക്കെ ഒരു ഫർണിച്ചർ മനസ്സിലായില്ലേ? ഓഫീസ് ഫർണിച്ചർ വർത്ത് 25,000, 25,000 രൂപ വില വരുന്ന ഓൺ ക്രെഡിറ്റ്. ഓൺ ക്രെഡിറ്റ് പറഞ്ഞാല് കടത്തിന്, അതെ, ഫ്രം ആൽഫ ട്രേഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആൽഫ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നും. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായ, നമ്മുടെ ബിസിനസ് ഓഫീസ് ഫർണിച്ചർ 25,000 രൂപക്കുള്ളത് കടത്തിന് ആൽഫ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങിച്ചു. ഓൺ ജൂൺ 1st 2026, 2026 ജൂൺ 1. അത് നോക്കണ്ട. അത് നമ്മൾ അതിലൊക്കെ രേഖപ്പെടുത്തുന്നു. ഇറ്റ് കനോട്ട് ഗോ ഇൻ ടു ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് പോവത് ഇല്ല. ബിക്കോസ് നോ ക്യാഷ് വാസ് പെയ്ഡ്. കാരണം എന്താ, പൈസ കൊടുത്തു നമ്മള് ഇല്ല. ഓർ ദ പർച്ചേസ് ബുക്ക്, പർച്ചേസ് ബുക്ക് പോവാം. ബിക്കോസ് ഫർണിച്ചർ ഈസ് ആൻ അസെറ്റ്. ഫർണിച്ചർ എന്താണ്? അസെറ്റ് ആണ്. നോട്ട് എ ട്രേഡിംഗ് ഇൻവെന്ററി. എന്ന് വെച്ചാൽ കച്ചവടത്തിനുള്ളതാണോ? നമ്മൾ സാധനം മെഷീൻ എടുത്ത് വിൽക്കോ? ഇല്ല. അതുകൊണ്ട് അത് ഇവിടുത്തുള്ളതാണ്. അത് എന്തിനാ വാങ്ങിച്ചുള്ളത്? കടത്തിനാണ് വാങ്ങിച്ചുള്ളത്. അപ്പൊ പർച്ചേസ് രേഖപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സെയിൽസില്ല. സെയിൽസ് ആണ് വിൽക്കുന്നതാണ്, നമ്മൾ വിറ്റിട്ടേ ഇല്ല. ഇവിടെ ക്യാഷ് ബുക്ക് ഉണ്ടോ? കോൺട്ര എൻട്രി ആണോ? ഒന്നുമല്ല. അപ്പൊ പിന്നെ നേരെ ഇതുള്ളത് ചാനൽ പ്രോബ്ലം. അതാണ്. അപ്പോ നമ്മള് ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫർണിച്ചർ ഒരു അസെറ്റ് ആണ്. അസെറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതിന്റെ ഒരു ഇതറിയോ? എങ്ങനെ ചെയ്യുന്ന അറിയോ? ഡെബിറ്റും ക്രെഡിറ്റ് അറിയോ? ഡെബിറ്റും ക്രെഡിറ്റ് എങ്ങനെ രേഖപ്പെടുത്തില്ല അറിയോ? അല്ല, ഡെബിറ്റ് അതല്ല ഞാൻ പറഞ്ഞേ. ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള നമ്മള് ഇതുണ്ടല്ലോ, രണ്ട് ഇൻ അക്കൗണ്ട് ലെറ്റർ ടു, അതെങ്ങനെ അറിയോ? അതേ ചോദിച്ചേ. ജനറൽ എൻട്രി, ഡെബിറ്റ് ക്രെഡിറ്റ്, ലിക്വിഡിറ്റി അല്ല, നോർമല് അക്കൗണ്ടിന്റെ മെയിൻ ഉണ്ടല്ലോ. ഡെബിറ്റ്, എന്ത് ഡെബിറ്റ് ചെയ്യണം, എന്ത് ക്രെഡിറ്റ് ചെയ്യണം, അതറിയോ? രണ്ട് കൺസെപ്റ്റുകളാണല്ലോ. ഡെബിറ്റ് ക്രെഡിറ്റ് അത് പഠിച്ചിട്ടില്ലേ? ഡെബിറ്റ് ക്രെഡിറ്റ് ആണ് ഈ അക്കൗണ്ട്സിലുള്ളത്. ഞാൻ ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ അതാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പഠിച്ചിരുന്ന പ്രകാരം പഠിക്കാൻ ഞാൻ ബേസ് പറഞ്ഞിട്ടുള്ളൂ. ഇതിന് കൂടുതലും ഞാൻ പറഞ്ഞ, ഞാൻ ബികോം കഴിഞ്ഞാണ്. അപ്പൊ അതിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ മറ്റേ ലെക്ചറോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ എനിക്ക് പഠിച്ച പ്രകാരം തന്നെ. LIC ചെയ്ത് LIC നമുക്ക് പറയാം എന്ത്, ഇൻഷുറൻസ് കമ്പനി ആലോചിച്ചാൽ മതി. ലൈഫ് ഇൻഷുറൻസ് LIC തന്നെ അതിന് ഫുൾ ആയിരിക്കോ. ലയബിലിറ്റി, ബാധ്യത അറിയില്ല. ലയബിലിറ്റി, ഇൻകം, കോമഡേറ്റീവ് ഇൻകം, ക്രെഡിറ്റ്, LIC. ദൃഹത്തിന് എന്താ പറയാൻ അറിയോ? ദൃഹത്തിന് നമ്മൾ ഷോർട്ട് ഫോമിൽ എന്താ പറയാ അറിയോ? ഡോളറിന് നമ്മളിങ്ങനെ എസ് ചിഹ്നിടും. റുപ്പിക്ക് എന്താ പറയാ? റുപ്പി എന്നാണ് നമ്മൾ പറയല്. എന്നാ പറയും ദൃഹത്തിന് എന്താ പറയാൻ അറിയോ? ദൃഹത്തിന് AED എന്ന് കേട്ടിക്കണ? AED. അതാ ഞാനതാ ആലോചിക്കല്. AED പറഞ്ഞാല് ആ AED ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാട്ടാ. LIC നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ആലോചിച്ചാൽ മതി. ഞാൻ അങ്ങനെ എപ്പോഴും മിക്ക കണക്കുകൾ ഞാൻ ഇതിന്റെ ഒരു ഇതിൽ പറയാം. AED ചെയ്യാം. അസെറ്റ്, അതിന് ഫുള്ളാണ് ഞാൻ പറഞ്ഞത്. അത് ഇതാട്ടോ, അത് ഇങ്ങനെ പഠിപ്പിക്കണല്ല. നോർമൽ സാറന്മാരെ കണ്ടുള്ള ഒരു ഇതാ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഉണ്ട് തോന്നുന്നുണ്ട്. വാട്ട്സ് കംസിന് ബിസിനസ്സിലേക്ക് എന്ത് വരുന്നോ അത് ഡെബിറ്റ് ആണ്, എന്ത് പോകുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഞാനത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അസെറ്റ്, എക്സ്പെൻസ്, ഡെബിറ്റ്. ഈ അക്കൗണ്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രകാരതാ ഒന്ന് ആലോചിച്ച് നോക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. മെഷീനറി എന്താ? കമ്പനിക്ക് എന്താണത്? ഫിക്സ്ഡ് അസെറ്റ്. ഞാൻ ഈ പറഞ്ഞ പ്രകാരം അതിൽ എന്തായിരിക്കുന്നു? ഏതിലാണ് അസെറ്റ് ഉള്ളത്? AED-ല്. അത് AED പറഞ്ഞാല് ഡെബിറ്റില്. അതാണ് പറഞ്ഞത്. അസെറ്റ്, എക്സ്പെൻസ്. അധികം അസെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെൻസ്. എക്സ്പെൻസ് ചെലവുകൾ. ഇത് ഏത് രേഖപ്പെടുത്തണം? ഡെബിറ്റിൽ രേഖപ്പെടുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. LIC പറഞ്ഞാല് ലയബിലിറ്റി വന്നു. നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലയബിലിറ്റി ആണ്. ലോൺ നമ്മൾ തിരിച്ചടക്കേണ്ടതല്ലേ, ബാധ്യത അല്ലേ. രണ്ടും കൂടെ അടുപ്പിച്ച്